ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം കനക്കുന്നു. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് നടന്ന അതിക്രമം അപലപനീയവും നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയുമെന്ന് സിറോ മലബാർ സഭ കുറ്റപ്പെടുത്തി. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കത്തയച്ചിരുന്നു. കഴിഞ്ഞ മാസമാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് റെയിൽവേ പോലീസ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായത്. അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണിവർ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ കത്തോലിക്ക സഭയുടെ നിയന്ത്രണത്തിലുള്ള ദീപിക ദിനപത്രം ഭരണഘടനയെയാണ് ബന്ദിയാക്കിയതെന്ന് ദീപിക മുഖപത്രം എഴുതി. വർഗീയവാദികളുടെ ഉത്തരവ് പ്രകാരമാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതെന്നും പത്രം വിമർശിച്ചു. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ലോക്സഭയിൽ ബെന്നി ബെഹനാനും ഹൈബി ഈഡനും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധ ധർണ നടത്തും. അറസ്റ്റിലായ 2 കന്യാസ്ത്രീകളും ഇന്ന് ജാമ്യാപേക്ഷ നൽകും. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീ പ്രീതി മേരിയുടെ അങ്കമാലിയിലുള്ള വീട്ടിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, മതപരിവർത്തനമടക്കം ആരോപിച്ചുള്ള അറസ്റ്റാണ്. ഇന്നെന്തായാലും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. വിവരങ്ങൾ. ഇന്നേതായാലും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു എന്നൊരു ആശ്വാസത്തിൽ തന്നെയാണ് പൊതുവിൽ ഇവിടെയുള്ള അവരുടെ വീട്ടുകാരുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് അങ്കമാലി എളവൂരാണ്. എളവൂരിൽ സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലാണ് ഉള്ളത്. ഒരു കുടുംബ വീടും അതോടൊപ്പം തന്നെ മറ്റ് സഹോദരന്മാർ 3 സഹോദരന്മാരുള്ളവരുടെ ആ വീട്ടിലാണ് നമ്മളുള്ളത്. ഏതായാലും ഈ വാർത്ത അറിഞ്ഞത് മുതൽ വളരെ ആശങ്കയോടുകൂടിയാണ് കുടുംബമുള്ളത്. അവരുടെ സഹോദരന്മാർ ഇവിടെയുണ്ട്. ഏതായാലും അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, എപ്പോഴാണ് ഈ വിവരം ഇവിടേക്ക് അറിയുന്നത്? മിഞ്ഞാന്ന് ഒരു 8 മണിയോടുകൂടിയാണ് നമ്മളത് അറിയുന്നത്. അവിടുന്ന് പ്രൊവിൻഷ്യാളെ വിളിച്ച് ഞങ്ങൾ പള്ളി വികാരിനെ അറിയിച്ചു, അതിൽ ഞങ്ങൾ അറിയിച്ചു. പിന്നെ അവിടെ നിന്നുള്ള കാര്യങ്ങൾ ഓരോ സിസ്റ്റേഴ്സ് വഴിയാണ് നമ്മൾ പ്രൊവിൻഷ്യാളെ വഴിയാണ് ഞങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവം അറിഞ്ഞ ഇന്നലെ ബെന്നി ബെഹനാൻ MP MLA VD സതീശൻ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരുടെയും സഹകരണം മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ഇമെയിൽ അയച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സഹകരണം നമ്മുടെ ഭാഗത്തുണ്ട്. കാരണം നമ്മുടെ ഭാഗത്ത് ഈ സിസ്റ്റേഴ്സിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നമ്മൾ അവിടെയുള്ള ക്ലിനിക്കിലേക്ക് 3 പ്രായപൂർത്തിയായ കുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്യാൻ പോയതാണ് ചെയ്ത തെറ്റ്. ഇവിടെ മതപരിവർത്തനം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഈ 3 കുട്ടികളും ക്രിസ്ത്യൻസാണ്. 3 കുട്ടികൾക്കും 18 വയസ്സായതാണ്. മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടിയാണ് അവർ വന്നേക്കണമെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്തത്? നീതി നിഷേധമാണിത്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത 30 വർഷക്കാലമായി യാതൊരു സേവന രംഗത്തെ പാവപ്പെട്ടവരെ കുഷ്ഠരോഗികളെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കന്യാസ്ത്രീകളെയാണ് തുറങ്കിലടച്ചിരിക്കുന്നത്. ഈ രാജ്യം എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്ക് ആശങ്കയാണ്. മറ്റു കന്യാസ്ത്രീകൾക്ക് സംഭവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇത് സംഭവിച്ചപ്പോൾ നമുക്ക് ആ വേദന പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എപ്പോഴെങ്കിലും ഈ ഇത്തരം ഒരു ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിലനിൽക്കുന്നതായി പറഞ്ഞിട്ടുണ്ട്? കാരണം 30 വർഷത്തിൽ അധികമായിട്ട് ഇവർ നോർത്ത് ഇന്ത്യയിലാണല്ലോ സേവനം ചെയ്യുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഭീഷണി ഉള്ളതായോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതായോ പറഞ്ഞിട്ടുണ്ടോ? സിസ്റ്റർ ഇപ്പോൾ നേഴ്സായതുകൊണ്ട് ക്ലിനിക്ക് ഹോസ്പിറ്റലിലുള്ള സ്ഥലത്താണ് ആൾ കൂടുതൽ ജോലി ചെയ്യുന്നത്. പക്ഷേ ആൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു പഴയ കാലം പോലെയല്ല, നമുക്ക് സഭാവസ്ത്രം ഇട്ട് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അവരുടെ യൂണിഫോം വരെ സാരിയാക്കിയാലോ എന്ന് കാര്യം അച്ഛന്മാരൊക്കെ തീരുമാനിക്കുന്നു. വൈദികരൊക്കെ തീരുമാനിക്കുന്നു. പുറത്തു പോകാനുള്ള ഒരു പേടി ഈ സന്യാസി സമൂഹത്തിന് ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഇവിടെ സംഭവിച്ചത് അതൊക്കെ തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് മാധ്യമത്തിലൂടെ വന്ന അറിവും മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്ക് സിസ്റ്ററായിട്ട് നേരിട്ട് സംസാരിക്കാനോ എന്താ സംഭവിച്ചെന്ന് പറയാനോ പറ്റിയിട്ടില്ല. ഇന്ന് ഞങ്ങൾ എന്തെങ്കിലും ഒന്നും അവിടെ തീരുമാനമായില്ലെങ്കിൽ ഞങ്ങളൊന്ന് അങ്ങോട്ട് പോകാനായിട്ട് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാവരും സിസ്റ്റേഴ്സും പ്രൊവിൻഷ്യാളും എല്ലാവരും അവിടെ എന്താ നിയമം എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ നിന്നുകൊണ്ട് തീരുമാനമായില്ലെങ്കിൽ നേരിട്ടൊന്ന് പോകാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മൂത്ത സഹോദരനാണ്. നാട്ടിൽ ഈ രാജ്യത്ത് ഇങ്ങനെ സിസ്റ്റേഴ്സിന് ഈ തരത്തിലൊരു അവസ്ഥ ഇനി ഉണ്ടാകരുത്. ഒരു തരി പോലും തെറ്റ് ചെയ്യാത്ത 2 കന്യാസ്ത്രീകളെ പാവങ്ങൾക്ക് വേണ്ടി ജീവൻ ഈ വജ്രങ്ങൾ എന്ന് പറഞ്ഞ സംഘടന ആൾക്കൂട്ടം പറഞ്ഞതുപോലെയാണ് പോലീസ് കേസെടുത്തത്.
നിങ്ങൾ നോക്കുക, ഈ വജ്രങ്ങൾ എന്ന് പറഞ്ഞ സംഘടന, അവർക്ക് പോലും എന്തെങ്കിലും അപകടം പറ്റിയാൽ ശുശ്രൂഷിക്കുന്ന നേഴ്സുമാരെയാണ് ഇവർ ഈ തുറങ്കിലടച്ചത്. അവിടെ ഈ സിസ്റ്റർമാർ ശുശ്രൂഷിക്കുമ്പോൾ അത് BJP-കാരനാണ്, കോൺഗ്രസ്സുകാരനാണ്, ഏത് സമുദായം ഒന്നും നോക്കാറില്ല. അവരെ ശുശ്രൂഷിക്കുക, അവരെ പരിചരിക്കുക, പാവപ്പെട്ടവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുക, അവരുടെ പിന്നാലെ നടക്കുക, അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച കന്യാസ്ത്രീമാരാണ് രണ്ടുപേരും. ഒരു പ്രതിഫലം നമ്മുടെ കുടുംബത്തിലേക്കോ സ്വന്തമായോ സ്വീകരിക്കാത്തവരാണ് അവർ. അങ്ങനെയുള്ള 2 കന്യാസ്ത്രീമാരെയാണ് ഇവർ തുറങ്കിലടിച്ചത്. നിയമവ്യവസ്ഥ എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എപ്പോഴെങ്കിലും ഇവിടെ എന്നാണ് അവസാനമായിട്ട് ഇവിടേക്ക് എത്തിയത്? 2 മാസം മുമ്പാണ്. ചേച്ചിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ്. ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, അതുപോലെ തന്നെ ആർത്രൈറ്റീസ് ഉണ്ട്. ഇവിടെ എറണാകുളത്ത് ഷേണൈസിൽ കുറേ നാളായിട്ട് ചികിത്സയിലാണ്. അപ്പോൾ 6 മന്ത് കൂടുമ്പോൾ ആള് റിവ്യൂവിന് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ 2 മാസം മുമ്പ് ആൾ വന്നു. ആൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൈയൊന്നും നിവർത്താൻ പറ്റില്ല. അവിടുത്തെ കാലാവസ്ഥയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ക്ലിനിക്കിലാണ്. അപ്പം ഒത്തിരി പേഷ്യൻസ് ഇവിടെയാണെങ്കിലും ആദിവാസികൾ, ചേച്ചി പറയുന്നതാണ് ഞങ്ങൾക്ക്, അവിടെ ഒത്തിരി പാവപ്പെട്ടവർ, അവരൊക്കെ ഈ ക്ലിനിക്കിനൊക്കെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അവർക്ക് വലിയ വലിയ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല. അപ്പം അവരൊക്കെ എന്ത് വലിയ കേസുകൾ ഉണ്ടായാലും ഇവരെ ഭയങ്കര വിശ്വാസമാണ്, ഈ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടും എന്നുള്ളൊരു ഇതിൽ ഇവരുടെ ക്ലിനിക്കിൽ വന്ന് അങ്ങനെ ചേച്ചി നല്ലൊരു രീതിയിൽ നോർത്ത് ഇന്ത്യയിൽ ഒരു 30 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം അവർക്ക് വേണ്ടി സേവനം, ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. 2 സിസ്റ്റേഴ്സും, ചേച്ചിയുടെ ഒരു ഫ്രണ്ടും കൂടിയാണ് മറ്റേ വന്ദന എന്ന് പറഞ്ഞ സിസ്റ്ററും. അപ്പം അവർ രണ്ടുപേരും നഴ്സാണ്. അവർ രണ്ടുപേരും അങ്ങനെ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒത്തിരി ചെറിയതല്ല, ഒത്തിരി ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഒരിക്കലും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഞങ്ങളുടെ ഫാമിലിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി സങ്കടമുണ്ട്. ഇനി എന്താകും എന്നുള്ളൊരു ആശങ്കയുണ്ട്. പക്ഷേ ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും നമ്മുടെ ഒപ്പമുണ്ട്. ഞങ്ങൾ മിനിസ്റ്റർക്കായാലും ഇന്നലെ ലെറ്റർ അയച്ചിട്ടുണ്ട്. ബെന്നി ബെഹനാൻ MP അതിൽ വളരെ, റോജി M. ജോൺ ഉൾപ്പെടെ വളരെ നല്ല രീതിയിൽ അതിനകത്ത് ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇന്ന് പാർലമെന്റിലൊക്കെ ഉന്നയിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരിലൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി വിശ്വാസമുണ്ട്. പക്ഷേ നമ്മുടെ ഒരു കേരളം വിട്ടുപോയാലുള്ള ഒരു അവസ്ഥ ഓർത്തിട്ട് അതിലേറെ സങ്കടമുണ്ട്. ഇനി ആർക്കും വരരുതെന്നുള്ളൊരു പ്രാർത്ഥനയും കൂടിയുണ്ട്. പ്രായമായ അമ്മയുണ്ട്, പക്ഷെ അവരെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരാത്ത ഒരു ചികിത്സ. ഡാനി പോളാണ് കന്യാസ്ത്രീയുടെ വീട്ടിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഇന്ന് പാർലമെന്റിൽ തുടക്കം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ചർച്ച നയിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ചേക്കും. അതേസമയം കോൺഗ്രസ് നിരയിൽ നിന്ന് ശശി തരൂർ സംസാരിച്ചേക്കില്ല. തരൂരിന് അത്തരമൊരു നിർദ്ദേശം ഇതുവരെ പാർട്ടി നൽകിയിട്ടില്ലെന്നാണ് വിവരം. BR രാഗേഷ് ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. രാഗേഷ്, പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. അതിലൊന്ന്, എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം അത് അക്കമിട്ട് നിരത്തിയിട്ടായിരിക്കും ഭരണപക്ഷം ഇന്ന് ചർച്ചയിൽ സംസാരിക്കുന്ന കാര്യത്തിൽ